മലക്കപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന മേരിയാണ് കൊല്ലപ്പെട്ടത്. അതിരപ്പള്ളി അരൂർമുഴിയിൽ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാറ് കാട്ടാനാക്രമിച്ചു. ചവക്കാട് മണത്തലയിൽ പാലത്തിന് സമീപം റോഡിൽ വിള്ളൽ കണ്ട സ്ഥലം കെ അക്ബർ MLA സന്ദർശിച്ചു. ചാലക്കുടിയിലെ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി. 30 കോടി ചെലവഴിച്ച് നിർമ്മിച്ച കണ്ണാറ ബനാന ഹണി പാർക്ക് 6 വർഷമായിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ല. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ നാശത്തിന്റെ വക്കിൽ. പൊന്നുക്കരയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങൾക്ക് സാമൂഹ്യവിരുദ്ധർ തീവച്ചു. വർഷക്കാലത്ത് മത്സ്യബന്ധന മേഖലയിലുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും മത്സ്യസമ്പത്ത് സംരക്ഷണത്തിനുമായി നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്ന സാഹചര്യത്തിലാണ് നടപടി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മലക്കപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം റോഡരികിൽ താമസിക്കുന്ന 75 വയസ്സുള്ള മേരിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ പിൻഭാഗത്തെ വാതിലാണ് ആദ്യം ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിയത്. ശബ്ദം കേട്ട മേരിയും വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരും ഉണരുകയും മുൻഭാഗത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുകയും ചെയ്തു. ഇവരുടെ പിന്നാലെ എത്തിയ ആന മേരിയെ ചവിട്ടി വീഴ്ത്തി. തുടർന്ന് തുമ്പിക്കൈയിൽ ചുരുട്ടി വലിച്ചെറിയുകയും ചെയ്തു. ആന പോയതിനു ശേഷമാണ് മറ്റുള്ളവർ സംഭവസ്ഥലത്തേക്ക് തിരിച്ചെത്തിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും വാൽപ്പാറ പോലീസും സ്ഥലത്തെത്തി. മേരിയെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പാചകക്കാരൻ പോളിന്റെ അമ്മയാണ് മേരി. 3 മാസം മുൻപ് ഇതേ സ്ഥലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മറ്റൊരു സ്ത്രീയും കൊല്ലപ്പെട്ടിരുന്നു. മഴ ആരംഭിച്ചതോടെ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഥിരമായി എത്തുന്നുണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു. അതിരപ്പള്ളി അരൂർമുഴിയിൽ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാറ് കാട്ടാനാക്രമിച്ചു. വട്ടപ്പറമ്പിൽ ഷാജിയുടെ കാറിന്റെ പിൻഭാഗത്താണ് ആന ചവിട്ടിയത്. ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ചവക്കാട് മണത്തലയിൽ പാലത്തിന് സമീപം റോഡിൽ വിള്ളൽ രൂപപ്പെട്ട സ്ഥലം കെ അക്ബർ MLA സന്ദർശിച്ചു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ഹരീഷ്, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് എന്നിവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതരുമായി ഉദ്യോഗസ്ഥർ സംസാരിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി പാറപ്പൊടിയിട്ട വിള്ളൽ രൂപപ്പെട്ട ഭാഗം കരാർ കമ്പനി ടാർ ചെയ്ത് അടച്ചു. കരാർ കമ്പനിയുടെ നടപടി കണ്ണിൽ പൊടിയിടാനാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വിള്ളൽ രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കൊരട്ടിയിൽ ഉപവാസ സമരം നടത്തി. കൊരട്ടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. മേൽപ്പാല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ദേശീയപാത അധികൃതർ അനാസ്ഥ തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് MP പറഞ്ഞു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ, പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 66 മണത്തലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ റോഡിൽ വിള്ളൽ കണ്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചു. തുടർന്ന് നടന്ന യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ RV അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. UDF നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ്, അരവിന്ദൻ പല്ലത്ത്, RP ബഷീർ, CA ഗോപപ്രതാപൻ, തോമസ് ചിറമൽ, KD വീരമണി, PV ഉമ്മർ കുഞ്ഞി, KV സത്താർ എന്നിവർ സംസാരിച്ചു. $30 കോടി ചെലവഴിച്ച് നിർമ്മിച്ച കണ്ണാറ ബനാന ഹണി പാർക്ക് 6 വർഷമായിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ല. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ നാശത്തിന്റെ വക്കിൽ. കൃഷിവകുപ്പിന് കീഴിലുള്ള കണ്ണാറ ഫാമിൽ 2019 സെപ്റ്റംബറിലാണ്
ബനാന ഹണി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. 10 ഏക്കറിന് നടുവിൽ ഷീറ്റുമേഞ്ഞ 2 കൂറ്റൻ കെട്ടിടങ്ങൾ പണികഴിപ്പിക്കുകയും വിദേശത്തു നിന്ന് യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. 2021 ഫെബ്രുവരിയിൽ കൊട്ടിഘോഷിച്ച് ബനാന ഹണി പാർക്കിന്റെ ആദ്യഘട്ട പ്രവർത്തനോദ്ഘാടനം നടന്നെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും പാർക്കിന്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ടില്ല. മെഷീനറികളും ജനറേറ്ററും നശിച്ചു തുടങ്ങി. കൂടാതെ തെരുവുനായ്ക്കളുടെ ആവാസ കേന്ദ്രമായി മാറി ഇവിടം. 30 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഹണി ആൻഡ് ബനാന പാർക്ക് ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. 10 ഏക്കറിനുള്ളിലുള്ള ഈ കാണുന്ന കെട്ടിടവും മെഷീനറിയും കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് ഇപ്പോൾ 2023 ജനുവരിയിൽ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന പ്രസാദ് പറഞ്ഞത്. സ്വാഭാവികമായും 3 തവണ ഇതിൻ്റെ വ്യത്യസ്തമായ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം 2022 ഡിസംബറിൽ ഇത് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ 2022 അതിൻ്റെ നിർമ്മാണം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചില്ല. പിന്നീട് 2023 ജനുവരിയിൽ ഇത് തുടങ്ങുമെന്ന് പറഞ്ഞത്. തേനിൽ നിന്നും വാഴപ്പഴത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ ആരംഭിച്ചതാണ് ബനാന ഹണി പാർക്ക്. എന്നാൽ ഇതുവരെ ഒരു കുല വാഴപ്പഴമോ ഒരു കുപ്പി തേനോ ഈ പാർക്കിൽ എത്തിയിട്ടില്ല. കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ 30 കോടി മുതൽ മുടക്കിയ പാർക്ക് തുറക്കുന്നതും കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ഇങ്ങനെ ഇവിടെ ഹണി പാർക്ക് എന്നുള്ളൊരു സ്ഥാപനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പ്രദേശവാസികളായ എല്ലാവർക്കും ഒരു 10-100 പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടും, വല്ല കയറ്റിറക്കലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തൊഴിൽ കിട്ടുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കോടികൾ മുടക്കിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ പട്ടികൾക്കും കന്നാലികൾക്കും കള്ളുകൂടിയന്മാർക്കും മാത്രമായിട്ട് ഇവിടെ ഒരു അനാഥപ്രേതം പോലെ കിടക്കുകയാണ് ഈ സംരംഭം. കോഴികളുടെ മിഷനറികൾ ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പ് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കണക്കാക്കാതെയാണ് യന്ത്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചതെന്നും അഗ്രോ പാർക്ക് എന്ന ആശയത്തിന് യോജിച്ച വിധത്തിലുള്ള കെട്ടിട സംവിധാനങ്ങളല്ല ഇവിടെ നിർമ്മിച്ചതെന്നും ആരോപണം ഉയരുന്നുണ്ട്. സർക്കാർ കാര്യം മുറ പോലെ എന്ന് കേട്ടിട്ടില്ലേ? ഏറെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നതാണ് കണ്ണാറയിലെ ബനാന ആൻഡ് ഹണി പാർക്ക്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പാർക്ക് തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. എത്രയും പെട്ടെന്ന് ബനാന ആൻഡ് ഹണി പാർക്ക് തുറന്നു കൊടുക്കണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. പൊന്നുക്കരയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങൾക്ക് സാമൂഹ്യവിരുദ്ധർ തീവെച്ചു. പൊന്നൂക്കര ഫ്രണ്ട്സ് നഗർ സ്വദേശി ചിറ്റേടത്ത് വീട്ടിൽ മണികണ്ഠന്റെ വീട്ടിലെ പിക്കപ്പ് വാൻ, കാർ, സ്കൂട്ടർ എന്നിവയ്ക്കാണ് തീവെച്ചത്. കിലോമീറ്ററുകൾക്കപ്പുറം മറ്റൊരു വീട്ടിലെ വാഹനങ്ങൾക്കും തീവെച്ചു. പഞ്ചാബ് മൂലയിലെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാൻ ഭാഗികമായി കത്തിനശിച്ചു. ഫ്രണ്ട്സ് നഗറിലെ വീട്ടിലെ സ്കൂട്ടറിനും കാറിനും തീപിടിക്കുന്നത് കണ്ടയുടൻ വീട്ടുകാർ തീ കെടുത്തി. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. TCV ന്യൂസ്, തൃശൂർ. വർഷക്കാലത്ത് മത്സ്യബന്ധന മേഖലയിലുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും മത്സ്യസമ്പത്ത് സംരക്ഷണത്തിനുമായി നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്ന സാഹചര്യത്തിലാണ് നടപടി. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുക. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ തുറന്നു. നിരോധന വേളയിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും കടൽ പട്രോളിംഗിനുമായി ജില്ലയിൽ 2 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്കെടുത്ത് പട്രോളിംഗ് നടത്തിവരുന്നുണ്ട്. പരിശീലനം ലഭിച്ച 8 മത്സ്യത്തൊഴിലാളി യുവാക്കളെ കടൽ രക്ഷാസേന അംഗങ്ങളായി രക്ഷാപ്രവർത്തനത്തിന് ജില്ലയിൽ നിയോഗിക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. അയൽ സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുൻപ് കേരള തീരം വിട്ടുപോകാനും ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ ഡീസൽ ബങ്കുകൾ പൂട്ടുന്നതിനും നിർദ്ദേശം നൽകും. ചെറുമീൻ പിടിച്ചാൽ യാനം പിടിച്ചെടുത്ത് ലൈസൻസ് റദ്ദാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും. ചെറുമീൻ ഹാർബർ, ലാൻഡിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ നിന്നും കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും ഇത്തവണ പിടിവീഴും. കളർ കോഡിംഗ് പൂർത്തിയാക്കാത്ത മത്സ്യബന്ധന യാനങ്ങൾ കളർ കോഡിംഗ് പൂർത്തിയാക്കണം. ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ, വഞ്ചികൾ, വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനോ മീൻ ഇറക്കാനോ പാടില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ രാസവസ്തുക്കൾ കലർന്നതോ പഴകിയതോ ആയ മത്സ്യം വരുന്നത് തടയാൻ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ കർശന പരിശോധന നടത്താനും തീരുമാനമായി. TCV കൊടുങ്ങല്ലൂർ. വരന്തരപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. അമ്പലൂരിലെ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്.
തൃശ്ശൂർക്കുള്ള വണ്ടികളെ ആമ്പല്ലൂർ യൂട്ടേൺ അടയ്ക്കുകയും 1.5 കിലോമീറ്റർ പോയി പുതുക്കാട് പോയി തിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സിഗ്നലിൽ ആകെ 15 സെക്കൻഡാണുള്ളത് നമുക്ക് തിരിയാനായിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും റിട്ടേൺ ഈ ബ്ലോക്കിലേക്ക് തന്നെ വന്ന് തിരിഞ്ഞു പോകാനായിട്ട് 15-20 മിനിറ്റോളം നേരം വൈകുന്നതുമായി ബന്ധപ്പെട്ട് വാരന്തരപ്പള്ളി റൂട്ടിലെയും കല്ലൂർ റൂട്ടിലെയും BMS-ഉം CIT യൂണിയനും കൂടി സംയുക്തമായിട്ട് തൊഴിലാളികൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതോടുകൂടി വണ്ടി ഞങ്ങൾ സർവീസ് നിർത്തിവെക്കുകയാണ്. ഇവിടെ വന്ന അധികാരികളോട് സംസാരിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു അറിവില്ല എന്നാണ് പറയുന്നത്. ഈ അടിപ്പാത തുറന്നു തരാൻ പറഞ്ഞിട്ട് പോലും അവർ യാതൊരു വക നടപടികളോ സ്വീകരിക്കുന്നില്ല. തൃശ്ശൂർക്ക് പോകേണ്ട വണ്ടികൾ 15-20 മിനിറ്റ് നേരം വൈകി ഓടുന്നതോടുകൂടി പല ബസ്സുകാരും തമ്മിൽ അങ്ങോട്ടും പണിക്കാരും തമ്മിൽ വക്കാണം ഉണ്ടാകുന്നതിൻ്റെ ഇതുമായിട്ടാണ് ഞങ്ങൾ ഈ സർവീസ് തന്നെ നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ വഴി ഇങ്ങനെ ബ്ലോക്കാണ്, ഇത്രയും ബ്ലോക്കാണ് ഇവിടെ. അത് കഴിഞ്ഞ് ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ സ്കൂൾ തുറക്കലും മഴയും കൂടി ആയി കഴിയുമ്പോൾ പിന്നെ തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. സ്കൂൾ ബസ്സുകളും ബാക്കി വണ്ടികൾ അധികമായിട്ട് തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സർവീസ് നടത്താനായിട്ട് തീരെ പറ്റുന്ന സാധ്യതയില്ല. ബസ്സുകൾക്ക് ട്രിപ്പ് പോകൽ, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകളുള്ള കാരണമാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ വണ്ടികൾ നിർത്തുന്നത്. മീൻ പിടിക്കുന്നതിനിടെ പത്താഴക്കുണ്ട് ഡാമിൽ കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. കുളത്താഴം സ്വദേശി കട്ടുംകീരിയിൽ വീട്ടിൽ 53 വയസ്സുള്ള വേണുഗോപാലാണ് മരിച്ചത്. ഫയർഫോഴ്സ് സ്കൂബ ടീമും വടക്കാഞ്ചേരി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രിയോടെ സുഹൃത്തുക്കളോടൊപ്പം ഡാമിൽ മീൻ പിടിക്കാൻ പോയ മധ്യവയസ്കനെ കാണാതാവുകയായിരുന്നു. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ സെന്റ് ജോസഫ് കപ്പേളയ്ക്ക് സമീപം KSRTC ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ് റോഡിൽ താഴ്ന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റാണ് താഴ്ന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. ജൽജീവൻ മിഷന് വേണ്ടി നിർമ്മിച്ച കാനയിലാണ് ബസ് കുടുങ്ങിയത്. തകർന്നു കിടക്കുന്ന പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിൽ റോഡ് ഉപരോധിച്ചു. ആലിൻ മിൽ പരിസരത്ത് നടന്ന റോഡ് ഉപരോധം DCC മെമ്പർ ഇർഷാദ് K. ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. രാമവർമ്മപുരം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് തൃശൂർ പൂരം പ്രദർശനം കാണാൻ സൗകര്യമൊരുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റി. കുട്ടികളുടെ ആഗ്രഹം സഫലമാക്കാൻ പൂരം പ്രദർശന കമ്മിറ്റി സൗജന്യമായ പ്രദർശനം കാണാനുള്ള അവസരം ഒരുക്കി നൽകി. സൗജന്യമായ അക്വേറിയം, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവിടങ്ങൾ കാണാനും കളിക്കാനും സാധിച്ചതോടെ കുട്ടികളും സന്തോഷത്തിലായി. ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് സൈദലവി, പാരാലീഗൽ വോളണ്ടിയർ KB അമ്പിളി, PK പുഷ്പം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ലീഗൽ അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ സരിത രവീന്ദ്രൻ മുൻകൈയെടുത്താണ് കുട്ടികൾക്ക് പ്രദർശനം കാണാൻ അവസരം ഒരുക്കി നൽകിയത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറൂർ സാഹിതിയിൽ കഥയുടെ പിറവി എന്ന പേരിൽ കഥാ അവതരണ ചർച്ച സംഘടിപ്പിച്ചു. കഥാകൃത്ത് രാജ്കുമാരി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷാജി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. കഥാകൃത്തുക്കളായി EG സുബ്രഹ്മണ്യൻ, CP ശ്രീരേഖ, രാജൻ പെരുമ്പിള്ളി, ബാബു പൊങ്ങണങ്കാട്, AP നാരായണൻകുട്ടി, സന്ധ്യ അറക്കൽ എന്നിവർ സംസാരിച്ചു. കാലവർഷം 3 ദിവസത്തിനകം കേരള തീരം തൊടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക, ഗോവ തീരത്തിനോട് ചേർന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും. കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴ നാളെ മുതൽ ശക്തമാകും. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ ജനദ്രോഹ നയങ്ങൾ പതിവാക്കിയെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കയ്പമംഗലത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത്, ട്രഷറർ KK സക്കരിയ, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി CA ജലീൽ, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ AV അലി, TA ഫഹദ്, അസീസ് മന്ദലാങ്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണവാടിയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്ത കുഴിയിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. മാള പൊയ്യ പഞ്ചായത്തിലെ കഴിഞ്ചിത്തറയിലാണ് അങ്കണവാടി നിർമ്മാണത്തിന് അടിത്തറ കെട്ടുന്നതിന് 6 അടി ആഴത്തിൽ കുഴിയെടുത്തിരിക്കുന്നത്. കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അപകടമുണ്ടാക്കുമെന്ന് കാണിച്ച് വാർഡ് അംഗം പ്രിയ ജോഷി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി.
SNDP യോഗം നാട്ടിക യൂണിയൻ ചേർക്കര ശാഖയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PV പ്രഭാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി CK അശോകൻ, ഗണേശൻ ഇയാനി, EN പ്രദീപ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാഴാനി ഡാമിലെത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ ഇനി കുട്ടവഞ്ചി സവാരി. കാക്കനിക്കാട് ട്രൈബൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ടുള്ള കുട്ടവഞ്ചി സവാരിയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. കാക്കിനിക്കാട് ട്രൈബൽ ഉന്നതിയിലെ 9 ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട പരിശീലനം ലഭിച്ച അംഗങ്ങളാണ് കുട്ടവഞ്ചി സവാരിയുടെ റൈഡർമാരാകുന്നത്. ഇവർക്ക് കഴിഞ്ഞ 20 ദിവസങ്ങളിലായി സുരക്ഷയും മുൻകരുതലും മാർഗനിർദ്ദേശങ്ങളും സംബന്ധിച്ച സമഗ്രമായ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 4 കുട്ടവഞ്ചികളാണ് സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആവശ്യകത വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ എണ്ണം സജ്ജമാക്കും. 4 ടൂറിസ്റ്റുകളടങ്ങുന്ന ഒരു സംഘത്തിന് 400 രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. കുട്ടവഞ്ചികളിൽ ലൈഫ് ജാക്കറ്റ്, അടിയന്തര മെഡിക്കൽ കിറ്റ് എന്നിവയുണ്ടാകും. യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്കും റൈഡർമാർക്കും ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തും. പീച്ചി വനവികസന ഏജൻസിയാണ് നിർവഹണം. വാഴാനി ടൂറിസം വികസനത്തിന്റെ തുടർഘട്ടങ്ങളിൽ കുട്ടവഞ്ചി സവാരിയോടൊപ്പം പ്രകൃതി നടത്തവും വന ഉൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപണനവും സംയോജിപ്പിക്കുന്നുണ്ട്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സംസ്ഥാനത്ത് ആയുർവേദത്തിന്റെ പേരിൽ നടക്കുന്ന വ്യാജ ചികിത്സകളും പ്രചരണങ്ങളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആരോപിച്ചു. നിലവിൽ സംസ്ഥാനത്ത് 10,000-ഓളം വ്യാജ വൈദ്യന്മാരുണ്ടെന്നാണ് കണക്ക്. ഇവർക്കെതിരായ നടപടികൾ കാര്യക്ഷമമല്ല. ഇതിനു പുറമെ സ്പാ ചികിത്സയുടെ പേരിൽ പലയിടങ്ങളിലും നടക്കുന്നത് പെൺവാണിഭമാണ്. ഇവയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്നും അന്വേഷണം നടക്കുന്നതായും അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ പറഞ്ഞു. ആളൂർ കണ്ണിക്കരയിൽ നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ശാന്തി, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന കൃപാഗ്നി കൺവെൻഷന് തുടക്കമായി. ബ്രദർ സാബു ആറുതൊട്ടിയിലാണ് കൺവെൻഷൻ നയിക്കുന്നത്. ജൂൺ 26, 27 തീയതികളിലാണ് തിരുനാൾ. തൃശൂർ കാഞ്ഞാണി റോഡിൽ മനക്കുടി ജംഗ്ഷനിലെ ഗീവർഗീസ് സഹദ തീർത്ഥ കേന്ദ്രം കപ്പേളയുടെ ചില്ല് തകർത്ത നിലയിൽ. വിശ്വാസികൾ നേർച്ചയിട്ട പണം നഷ്ടമായിട്ടുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് മോഷണം ഉണ്ടായത്. CCTV ക്യാമറ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അരിമ്പൂർ സെന്റ് ആനീസ് പള്ളി അധികൃതർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ മാർച്ചിൽ വാതിൽ തകർത്ത് മോഷണ ശ്രമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ആരെയും പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏനാമാവ് കോഞ്ചിറമുത്തിയുടെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ഊട്ടുശാല സജീവമായി. മാങ്ങ അച്ചാർ തയ്യാറാക്കുന്ന ജോലികളാണ് ആരംഭിച്ചിട്ടുള്ളത്. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം മാങ്ങ അരിയൽ ഉദ്ഘാടനം ചെയ്തു. 24, 25 തീയതികളാണ് കോഞ്ചിറമുത്തിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 നേർച്ച ഭക്ഷണ ആശീർവാദത്തോടെ ആരംഭിക്കുന്ന നേർച്ചയൂട്ട് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിവരെ തുടരും. 2 ദിവസങ്ങളായി 25,000-ഓളം പേർ നേർച്ചയൂട്ടിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 3 ദിവസം നീണ്ടുനിൽക്കുന്ന സംസ്ഥാന വാർഷിക കൌൺസിലിന് നാളെ തൃശൂരിൽ തുടക്കമാകും. റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന കൌൺസിൽ ആരോഗ്യ ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ ഉദ്ഘാടനം ചെയ്യും. നാളെ വൈകിട്ട് 4-ന് സ്വരാജ് റൌണ്ടിൽ നിന്ന് വിളംബര ജാഥയും നടക്കും. കൌൺസിലിന്റെ ഭാഗമായി പാലസ് ഗ്രൌണ്ടിൽ ആയുർവേദ പൂരം എന്ന പ്രദർശനവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. ശനിയാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി ഡോക്ടർ R. ബിന്ദുവും ഞായറാഴ്ച നടക്കുന്ന വിഷൻ കോൺക്ലേവ് കേന്ദ്ര ആയുഷ് മന്ത്രി ജാദേവ് പ്രതാപ് റാവുവും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ കൌൺസിലിന് സമാപനമാകും. ആദരിക്കൽ, അവാർഡ് ദാനം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ ഡോക്ടർ KM ജോസ്, ഡോക്ടർ M. അർജുൻ, ഡോക്ടർ PK നേത്രദാസ്, ഡോക്ടർ P. ഉഷ, ഡോക്ടർ V. വിജയനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ കുട്ടന്തല്ലൂർ റീജൻസി ക്ലബിന്റെ ക്ലബ് ഡേ ആഘോഷങ്ങൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളായി നടക്കും. ചാരിറ്റി പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് ക്ലബ് ലേഡീസ് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കും. കൂടാതെ കലാമത്സരങ്ങൾ, എക്സിബിഷൻ, ഫുഡ് ഫെസ്റ്റ്, ഫാഷൻ ഷോ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. രാവിലെ 10 മുതൽ രാത്രി 10 വരെയുള്ള പ്രദർശനത്തിലേക്ക് പ്രവേശനം സൗജന്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ലബ് വനിതാ വിഭാഗം ഭാരവാഹികളായ KS സമസ്യ, ഗീത മയൂരനാഥ്, അഞ്ജന ജഷീൻ, റെനി ജോസ് എന്നിവർ പങ്കെടുത്തു.
പെരുമ്പിലാവ് അക്കിക്കാവിൽ ഗ്യാസ് വിതരണ ലോറി ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ വീട്ടിൽ മഹബൂബിന്റെ മകൻ 13 വയസ്സുള്ള ആൽഫൌസാനാണ് മരിച്ചത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ റോഡ് മുറിച്ചു കടക്കാൻ സൈക്കിളുമായി കാത്തുനിൽക്കുകയായിരുന്ന അൽഫൌസാനെ അമിത വേഗത്തിലെത്തിയ ഗ്യാസ് കയറ്റിയ ലോറി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. പെരുമ്പിലാവ് TMVHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അൽഫൌസാൻ. അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ കൊങ്ങണൂർ വന്നേരി വളപ്പിൽ വീട്ടിൽ സുലൈമാനും പരിക്കേറ്റു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 8,975 രൂപ, പവന് 71,800 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,412 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മലക്കപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന മേരിയാണ് കൊല്ലപ്പെട്ടത്. അതിരപ്പള്ളി അരൂർ മുഴിയിൽ വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാർ കാട്ടാനാക്രമിച്ചു. ചാവക്കാട് മണത്തലയിൽ പാലത്തിന് സമീപം റോഡിൽ വിള്ളൽ കണ്ട സ്ഥലം NK അക്ബർ MLA സന്ദർശിച്ചു. ചാലക്കുടിയിലെ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി. $30 കോടി ചിലവഴിച്ച് നിർമ്മിച്ച കണ്ണാറ ബനാന ഹണി പാർക്ക് 6 വർഷമായിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ല. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ നാശത്തിന്റെ വക്കിൽ. പൊന്നൂക്കരയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങൾക്ക് സാമൂഹ്യവിരുദ്ധർ തീവച്ചു. വർഷക്കാലത്ത് മത്സ്യബന്ധന മേഖലയിലുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും മത്സ്യസമ്പത്ത് സംരക്ഷണത്തിനുമായി നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്ന സാഹചര്യത്തിലാണ് നടപടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.